ഹൈഡിയസ് ഗുഡ് മോർണിംഗ്. റഫീഖ് ചെറുശ്ശേരിയ സംസാരിക്കുന്നത്. കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്നുള്ള നമ്മുടെ പ്രോഗ്രാം ഒരുപാട് ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന നമ്മുടെ EFT അതിന്റെ ബേസിക് കോഴ്സ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായി നടത്തുന്ന 3 days അഡ്വാൻസ് പ്രോഗ്രാം കോഴിക്കോട് ഹോട്ടൽ ട്രിപ്പ് ആൻഡ് വെച്ച് നടക്കുകയാണ്. അപ്പോൾ ആ വേദിയിലേക്കുള്ള യാത്രയിലാണ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ നമ്മുടെ കാലിക്കറ്റ് ഹോട്ടൽ ട്രിപ്പ് ആൻഡ് ഡേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ 3 days അഡ്വാൻസ് പ്രോഗ്രാം തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. നമ്മുടെ പാർട്ടിസിപ്പൻസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം ഹാളിലേക്ക് പ്രവേശിക്കും. ഓക്കെ. ഹായ്, നമസ്കാരം. നമ്മുടെ അഡ്വാൻസ് കോഴ്സ് ഡേ 1 അല്പസമയത്തിന് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ EFT ഫാമിലിപ്പെട്ട നമ്മുടെ ഫസ്റ്റ് ലെവൽ കോഴ്സ് ചെയ്ത അവരോട് നമ്മുടെ കോഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ലെവൽ 2 അഡ്വാൻസ് കോഴ്സിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ മൈൻഡ് മാസ്റ്ററി 3rd ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അൽഹംദുലില്ലാഹ് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഈ ഒരു സമയം വരെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഞാൻ ഭയങ്കര ഒരു മിറാക്കിളായിരുന്നു. എനിക്ക് ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുന്ന സിറ്റിംഗിൽ പോലും എനിക്ക് ഭയങ്കര മിറാക്കിളായിട്ടാണ് അനുഭവപ്പെടുന്നത്. EFTയിലൂടെ എനിക്ക് അത്രയും നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് അഡ്വാൻസ് കോഴ്സിലൂടെ ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് ഞങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്തായാലും പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്റെ പേര് സിറാജുദ്ദീൻ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഗുണം കിട്ടിയതിന്റെ പേരിൽ. അഡ്വാൻസ് പ്രോഗ്രാമോട് സാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അഡ്വാൻസ് പഴയ കാര്യങ്ങളായിരുന്നു ഒരു മാറ്റം, പിന്നെ ഒന്ന് വെൽത്ത് ഒന്ന് ക്ലിയർ ആണ്. അഡ്വാൻസിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നു സാർ? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ വന്ന കാര്യം EFTയിലൂടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ ബെറ്റർ ആവണമെന്ന് വിചാരിച്ചിട്ടാണ് അഡ്വാൻസിന് വന്നത്. ഭയങ്കര ടെൻഷനായിരുന്നു, ആവശ്യമില്ലാത്ത ടെൻഷന്. പിന്നെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഹെൽത്തിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഹെൽത്ത് കാരണം എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു ജോലിയായിരുന്നു. EFTയിൽ വന്നിട്ട് വീണ്ടും എനിക്ക് ആ ജോലിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മൈൻഡ് മാസ്റ്ററി ചെയ്തുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു. അതുപോലെ അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. എന്നാലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ബാക്ക് പെയിൻ ഒക്കെ മാറിയിട്ടുണ്ട്. ലെവൽ എന്തായാലും ചെയ്യണം എന്നുള്ളത് ഉറച്ച തീരുമാനം എടുത്തു. അതിനുവേണ്ടി വിഷ്വലൈസ് ചെയ്തു. ഒരുപാട് നാൾ ഹെൽപ്പ് ചെയ്തു. ആ രീതിയിൽ നമ്മളിവിടെ എത്തി. ഒരു ഫുൾ ചേഞ്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഒന്നുകൂടെ മാറ്റിയെടുക്കാനാണ് ഈ ഒരു കോഴ്സിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് അറിവുകൾ ഇനിയും നേടണം. 1ൽ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് വിചാരിച്ചതിനെക്കാട്ടിയും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എന്നിലോട്ട് വന്നു. നല്ല രീതിയിലുള്ള ഒരു മിറാക്കിളായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആയിട്ട് ഹാളിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഈ 3 day EFT അഡ്വാൻസ് പ്രോഗ്രാം ഡേ 1 ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട് നമ്മൾ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു?
this is the most effective tool to connect people to past traumas and come back to peace. പഴയ ട്രോമയിലേക്ക് കണക്ട് ചെയ്തിട്ട് സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും എഫക്റ്റീവായുള്ള ടൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മാട്രിക്സ് റീഇംപ്രിന്റിംഗ്. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. വേദന അനുഭവിച്ച ആ ഒരു മെമ്മറിയിലേക്ക് പോയി, ചിലപ്പോൾ 7 വയസ്സായിരിക്കാം, അല്ലെങ്കിൽ 7ാം ക്ലാസ് ആയിരിക്കാം, 10ാം ക്ലാസ് ആയിരിക്കാം. അവിടെ പോയി നോക്കുമ്പോൾ നമ്മൾ കാണുന്നു എന്താ ചെയ്യുന്നത്? ആള് കരയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. എന്താണ് പ്രശ്നം? ആ പ്രശ്നം മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മൾ കാണുന്ന ആ സെൽഫിനെ, വേദന അനുഭവിച്ച ആ സെൽഫിനെ നമ്മൾ ക്ലിയർ ചെയ്യുന്നു അല്ലെ? നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങൾ തന്നെയാണ് മെട്രിക്സിൽ വരുന്നത്. അപ്പൊ അവിടെ മാറ്റം വരണമെങ്കിൽ ആ മെട്രിക്സിലുള്ള ചേഞ്ചസ് നമ്മൾ എങ്ങനെയാണ് വരുത്തുന്നത്? ആ മെമ്മറിയിലേക്ക് പോയി തെറ്റായുള്ള മെമ്മറി എന്താണെന്ന് കണ്ടെത്തി അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഇത് ആദ്യമായിട്ട് ഇങ്ങനൊരു മെട്രിക്സ്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടെന്ന് ലോകത്തെ ഞെട്ടിച്ച ആളാണ് ആര്? മാക്സ് പ്ലാങ്ക്. നമ്മളൊരു പോസിറ്റീവ് ചിന്ത കൊടുത്തു കഴിഞ്ഞാൽ മെട്രിക്സിൽ തത്തുല്യമായുള്ള പോസിറ്റീവ് ചിന്തകളുമായിട്ട് കണക്ട് ആയിട്ട് പോസിറ്റീവ് റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. നേരെ വെച്ചാൽ നെഗറ്റീവ് ചിന്ത ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? മെട്രിക്സിൽ നെഗറ്റീവായുള്ള കാര്യങ്ങളെ കണക്ട് ആയിട്ട് അത് കൊണ്ടുവരുന്നു. നമ്മൾ നമ്മളെ കുറിച്ച് പോസിറ്റീവ് ചിന്തിച്ച് കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ സുന്ദരനും സുമുഖിയുമായിരിക്കും. നെഗറ്റീവ് ചിന്ത വെച്ചിട്ട് കണ്ണാടി നോക്കിയിട്ടില്ലേ? അതാണ് we send our thoughts into matrix and those thoughts are attracted back to us as life experience. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് മോശമായി, എൻ്റെ വിധി എന്ന് പറയുന്നതിൻ്റെ പൊള്ളത്തരം മനസ്സിലായോ? ഇത് തന്നെയാണ് മഹാന്മാർ പഠിപ്പിച്ചത്, ഇത് തന്നെയാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്, ഇതാണ് ആചാര്യന്മാർ പഠിപ്പിച്ചത് അല്ലേ? നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ നല്ലത്